ഹായ്, അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വനമേഖലയാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? ഒരിക്കലുമല്ല. നമ്മുടെ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് JBS സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നും ഇതുവരെയുള്ള എല്ലാ ഇമ്പ്രൂവ്മെൻറ്റുകളും എന്തൊക്കെയാണെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മോടൊപ്പം ഇന്നുള്ളത് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സൈറസ് ആണ്. സൈറസ് അദ്ദേഹത്തിനോട് ഈ 5 വർഷ കാലയളവിൽ പുന്നപ്ര തെക്ക് പഞ്ചായത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും അച്ചീവ്മെൻറ്റുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമ്മുടെ ഈ ഒരു 5 വർഷ കാലയളവിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് പുന്നപ്ര തെക്ക് പഞ്ചായത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്? ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മൾ പ്രധാനമായും ലക്ഷ്യം വെച്ചത് വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖലയും ശുചിത്വവും, അതുപോലെ തന്നെ പാർപ്പിട മേഖല, കുടിവെള്ള മേഖല. ഈ 5 മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ A ഗ്രേഡ് ലഭിച്ചത്. അതുപോലെ സംസ്ഥാന ഗവൺമെൻറ് സ്വരാജ് ട്രോഫി ലഭിച്ചത്, മലയാള മനോരമ ചാനലിൻ്റെ നാട്ടുസൂത്ര അവാർഡ് ലഭിച്ചത്, അതുപോലെ ശുചിത്വം ബന്ധപ്പെട്ടുകൊണ്ട് ട്രിപ്പിൾ അവാർഡ് അടക്കം ഈ പഞ്ചായത്തിന് ലഭിച്ചത് ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾ. കേരളത്തിലെ മറ്റ് പഞ്ചായത്തുകളൊന്നും ചെയ്യാത്ത വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇട്ടുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾക്കിവിടെ 3 ഗവൺമെൻറ് സ്കൂളുകളാണ് ഉള്ളത്. 927 കുട്ടികൾ അവിടെ പഠിക്കുന്നു. ആ 3 സ്കൂളുകളിലെയും ബെഞ്ചും ഡെസ്കും ഞങ്ങൾ ക്ലാസ് മുറികളിൽ നിന്ന് മാറ്റി ഓരോ കുട്ടിക്കും 1 ടേബിൾ 1 ചെയർ, അതിന് വേണ്ടിയിട്ട് 73 ലക്ഷം രൂപ ഞങ്ങൾ ചിലവഴിച്ച് 3 സ്കൂളിൽ നടപ്പിലാക്കി. എല്ലാ ക്ലാസ് മുറികളിലും ക്ലാസ് റൂം ലൈബ്രറി ആക്കി, എല്ലാ ക്ലാസ് മുറികളിലും ഡിജിറ്റലൈസ് ചെയ്തു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ ഒരു സ്കൂളിലും ചെയ്യാത്തതാണ് ഗവൺമെൻറ് CYMIP സ്കൂളിലെ ഒരു ക്ലാസ് മുറി ഞങ്ങൾ ബാത്ത് അറ്റാച്ച്ഡ് ക്ലാസ് മുറി ആക്കി. അത് AC ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ഹാൾ AC ചെയ്ത് പൂർണ്ണമായി ശീതീകരിച്ച മുറിയിലേക്കാക്കി. അതൊരു ബ്ലോക്കായി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു നമ്മുടെ ആധുനിക കാലത്തെ വിദ്യാഭ്യാസം ഇങ്ങനെ ആയി മാറണം എന്നുള്ള ചിന്തയിലാണ് അത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇനി ഒരു ശ്മശാനം ചെയ്തിട്ട് അറിഞ്ഞിട്ടുണ്ടോ? ശ്മശാനം ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ 64 സെൻറ്റ് സ്ഥലം കാട് കയറി എല്ലാവരുടെയും വേസ്റ്റ് തള്ളിയിരുന്ന മാലിന്യ കുമ്പാരമായിരുന്നു അവിടെ. അത് ഞങ്ങൾ വൃത്തിയാക്കി അവിടെ ഗ്യാസ് ക്രിമിറ്റോറിയം സ്ഥാപിച്ചു. കൂടാതെ അതിൻ്റെ അകത്ത് തന്നെ ഒരു മാതൃകാ രൂപത്തിൽ അതിൻ്റെ അകത്ത് തന്നെ മീറ്റിംഗ് ഹാള്, ഓപ്പൺ എയർ മീറ്റിംഗ് ഹാള് സജ്ജീകരിച്ചു. അവിടെ 300 പേർക്ക് ഇരുന്ന് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യാവുന്ന മീറ്റിംഗ് ഹാളുണ്ട്. അവിടെ ഇരിപ്പിടങ്ങൾ ഒരുക്കി, അവിടെ പൂന്തോട്ടം സെറ്റ് ചെയ്തു. അവിടെ കുടുംബശ്രീയുടെ കോഫി ഏരിയ അതിൻ്റെ അകത്ത് തന്നെ സെറ്റ് ചെയ്തു. അത് ഒരു വേറിട്ട ചിന്തയാക്കി അത് മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഇതുകൊണ്ട് ഒരുപാട് ലേഡീസിന് വേണ്ടിയുള്ള ജിമ്മ് തുടങ്ങിയിട്ടില്ലേ? അത് ഈ പുന്നപ്ര പഞ്ചായത്തിൽ ആദ്യമായിട്ടാണോ അതോ കേരളത്തിൽ ആദ്യമായിട്ടാണോ? അല്ല, കേരളത്തിൽ ആദ്യമല്ല. ആശുപത്രികളോട് കൂടെ ഇപ്പം നമ്മുടെ ആശുപത്രി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളോട് ചേർന്ന് ഫിറ്റ്നസ് സെൻറ്റർ കേരളത്തിൽ 1-2 ഒക്കെ കാണത്തുള്ളൂ, എല്ലായിടത്തും ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ 2000 സ്ക്വയർ ഫീറ്റിലാണ് ഫിറ്റ്നസ് സെൻറ്റർ ഒരുക്കിയിരിക്കുന്നത്. അത് വനിതകൾക്ക് വേണ്ടി മാത്രമാണ്. നേരിയ ഫീസിൽ അത് ഇരിക്കുന്നത്. എല്ലാവിധ ആധുനികമായ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. പൂർണ്ണമായും ശീതീകരിച്ച ജിമ്മാണ് അവിടെ, ജിം സെൻ്ററാണ് അവിടെ, ഫിറ്റ്നസ് സെൻ്ററാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. 100 കണക്കിന് സ്ത്രീകൾ ഇപ്പോൾ അവിടെ വരുന്നുണ്ടല്ലേ. പിന്നെ അംഗനവാടി കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ 26 അംഗൻവാടികളാണ് ഉള്ളത്. ആ 26 അംഗൻവാടികൾക്ക് എല്ലാ അംഗൻവാടികൾക്കും സ്വന്തമായി കെട്ടിടവും സ്ഥലവും എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ 3-4-5 അംഗൻവാടികൾക്ക് ഓരോരുത്തർ സ്ഥലം സംഭാവനയായിട്ട് തന്നു. ഞങ്ങൾക്ക് പൈസ കൊടുത്ത് ഭൂമി വാങ്ങേണ്ടി വന്നിട്ടില്ല. പൊതുജനങ്ങളുടെ സഹകരണത്തോടെ അത് വാങ്ങിയെടുത്തു. കൂടാതെ നല്ല ആധുനികമായ കെട്ടിടങ്ങൾ വെച്ച്, MLAയുടെ സഹായത്തോടെ കെട്ടിടം വെച്ചു, പഞ്ചായത്ത് ഫണ്ട് വെച്ച് കെട്ടിടം വെച്ചു, ജില്ലാ പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ച് ആ കെട്ടിടം വെച്ചു. ആ കെട്ടിടങ്ങളിൽ 15 അംഗൻവാടികൾ പൂർണ്ണമായും ശീതീകരിച്ച നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ശുചിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഞങ്ങളുടെ ഗ്രാമത്തിലെ ആദ്യം ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ഞങ്ങൾ ശുചിത്വ സർവേ നടത്തി. 7200 വീടുകളിൽ 5864 വീടുകളിൽ യാതൊരുവിധ ഉറവിട മാലിന്യ സംസ്കരണ യൂണിറ്റും ഇല്ലാത്ത വീടുകളുണ്ടെന്ന് കണ്ടെത്തി. ആ 5864 വീടുകൾക്കും ശുചിത്വത്തിൻ്റെ അവർക്ക് ഉറവിട മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബയോഗ്യാസ് പൂർണ്ണമായും നൽകി. മനസ്സിലായി, പൂർണ്ണമായും നൽകി. അത്തരം ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാം ശുചിത്വവുമായി ബന്ധപ്പെട്ട അവാർഡ് ഞങ്ങൾക്കായിരുന്നു. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗവർണറിൽ നിന്നാണ് അവാർഡ് ഏറ്റുവാങ്ങിയത്. അപ്പോൾ കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ചെയ്തതിൽ. അപ്പോൾ നമ്മളിപ്പോൾ പുന്നപ്ര തെക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം, അതായത് മറ്റ് പഞ്ചായത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവർ നടത്തിയിട്ടുള്ള അച്ചീവ്മെൻറ്റുകളൊക്കെ നമ്മൾ കേട്ടു. ഇനി നമുക്കിതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അറിയണ്ടേ? അപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാവരും വീഡിയോ വെയിറ്റ് ചെയ്യാം. ഇതാണ് കേട്ടോ നമ്മുടെ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഫീസ് മന്ദിരം. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെൻറ് JBS സ്കൂളാണിത്. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് JBS സ്കൂളിലെ HM മല്ലിക ടീച്ചറാണ്.
ടീച്ചർ, നമുക്ക് പഞ്ചായത്തിൽ നിന്നുള്ള എന്തൊക്കെ പദ്ധതികളാണ് നമ്മുടെ സ്കൂളിന് വേണ്ടി ഇപ്പം നൽകിയിട്ടുള്ളത്? അവിടെ ഏറ്റവും സാധാരണക്കാരായ കുട്ടികൾക്ക് വേണ്ടി മികച്ച ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഒരു ടേബിൾ, ഒരു ചെയർ സംവിധാനമാണ് ഇവിടെ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ളത്. കേരളത്തിൽ ഇവിടെ മാത്രമാണോ ഉള്ളത്? നമ്മുടെ പഞ്ചായത്തിൽ മാത്രമാണോ ഉള്ളത് അതോ? അതെ അതെ അതെ, നിലവിൽ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമാണ്. പഞ്ചായത്ത് എല്ലാ സ്കൂളുകളിലും ഈ സംവിധാനമാണ് ഉള്ളത്. അത് നമ്മുടെ സ്കൂളിലെ ഈ വർഷത്തെ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് 7 ലക്ഷം രൂപ ചെലവിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കി മാറ്റുകയും കുട്ടികളുടെ പഠനത്തിൻ്റെ നിലവാരം ഉയർത്താനും അത് സഹായിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PG സൈറസ് അവറുകളാണ് സ്കൂളിന് വേണ്ടി ഈ നേട്ടത്തിന് വേണ്ടി പിന്നിൽ പ്രവർത്തിക്കുകയും അത് സ്കൂളിന് തരാനുള്ള ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതാണ് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വരുന്ന ഗവൺമെൻറ് CVMA സ്കൂൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുന്നപ്ര ഗവൺമെൻറ് CVMA സ്കൂളിലാണ്. നമ്മുടെ ഒപ്പം ഇപ്പോൾ ഉള്ളത് സ്കൂളിലെ പ്രിൻസിപ്പാളാണ്. മേഡം, നമുക്കിപ്പോൾ പുന്നപ്ര പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കേരളത്തിൽ തന്നെ എനിക്കൊന്ന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും നവീകരിച്ചൊരു സൗകര്യങ്ങളെല്ലാം ഉള്ള ഒരു ക്ലാസ് റൂം അല്ലേ? അപ്പോൾ എന്തൊക്കെ സൗകര്യങ്ങളാണ് നമുക്ക് പഞ്ചായത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? നമുക്കിപ്പം 7ാം ക്ലാസ് ആണ് ഈ ഗവൺമെൻറ് CVMA സ്കൂളിൽ നമുക്ക് ആധുനിക ക്ലാസ് മുറിയായിട്ട് പഞ്ചായത്ത് എടുത്തിരിക്കുന്നത്. കുട്ടികൾക്കായിട്ട് ഇവിടെ 1 ടേബിൾ 1 ചെയർ സംവിധാനം. അത് ഈ ക്ലാസ്സിൽ മാത്രമല്ല, ഈ വിദ്യാലയത്തിലെ എല്ലാ ക്ലാസ്സുകളിലും പുന്നപ്ര പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും 1 ടേബിൾ 1 ചെയർ പദ്ധതിയാണെന്ന് അറിഞ്ഞിരുന്നു. പുന്നപ്ര പഞ്ചായത്തിന്റെ കീഴിലുള്ള 3 ഗവൺമെന്റ് സ്കൂളുകളിലും 1 ടേബിൾ 1 ചെയർ തന്നെ. നമ്മുടെ സ്കൂളിലും എല്ലാ ക്ലാസ് മുറികളിലും ഉണ്ട്. ഈ ക്ലാസ് മുറികളിൽ നമ്മൾ 1 ടേബിൾ 1 ചെയർ തന്നെ. പിന്നെ ഇതിന്റെ ചുവരുകളൊക്കെ മനോഹരമാക്കിയിരിക്കുന്നത് 7ാം ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളെ ആശ്രയിച്ചിട്ടാണ്. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ പരാമർശിക്കുന്ന ചിത്രങ്ങളും. അപ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് അവരുടെ ക്ലാസ് മുറിക്ക് അനുയോജ്യമായിട്ട് ഇരുന്ന് പഠിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ആ ഒരു സങ്കല്പം യാഥാർത്ഥ്യമായത് ഈ സ്കൂളിലാണ്. എനിക്കറിയത്തില്ല കേരളത്തിൽ മറ്റ് പഞ്ചായത്ത് സ്കൂളിൽ അല്ല ഗവൺമെന്റ് സ്കൂളിലൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ആലപ്പുഴയിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെന്റ് സ്കൂളിൽ ഈ ഒരു സൗകര്യം. കാരണം കുട്ടികൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതായിരിക്കും ഈ ടോയ്ലറ്റിൽ പോകാനായിട്ടും ഒക്കെ അല്ലേ. അപ്പോൾ ഇത് ക്ലാസ് റൂമിൽ തന്നെ അവർക്കുള്ള എല്ലാ സൗകര്യങ്ങളും പ്രാഥമിക സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത് ഒരു വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ക്ലാസ്സെല്ലാം AC ആക്കിയിട്ടുണ്ടോ? ക്ലാസ് മുറി AC ആണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രത്യേകത എന്നുള്ളത് ഇതിന് നമുക്കൊരു പ്രൊജക്ടർ ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഇതിന്റെ ഇന്ററാക്റ്റീവ് ബോർഡാണ്. ഈ ഇന്ററാക്റ്റീവ് ബോർഡ് ഉള്ളത് കൊണ്ട് അധ്യാപകരും കുട്ടികളും ഒരേപോലെ കാര്യങ്ങൾ ഗ്രഹിക്കുക. എന്ന് വെച്ചാൽ പാഠപുസ്തകങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഈ ബോർഡിലൂടെ പ്രദർശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബോർഡിന്റെ ഉപയോഗം എഴുതി കാണിക്കാൻ പറ്റും. പിന്നെ നമ്മളൊരു പ്രശ്നോത്തരിയൊക്കെ സംഘടിപ്പിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ക്വസ്റ്റ്യനുകൾ നമുക്ക് കൊടുക്കുന്നത് പ്രിന്റ് എടുത്ത് കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഡിജിറ്റലാണ് അതെ സിസ്റ്റമായിട്ട് വന്നേക്കുന്നത്. പിന്നെ കുട്ടികൾ ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ആണ്. അവർ കൂടുതൽ ഡിജിറ്റൽ യുഗത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ക്ലാസ് റൂമിലും വരുമ്പോൾ അതൊരു പ്രാക്ടിക്കലായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് കേരളത്തിലെ തന്നെ എന്നല്ല ഇന്ത്യയിലെ തന്നെ എല്ലാ സ്കൂളുകളും മാതൃകയാക്കേണ്ട ഒന്നാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ലേഡീസ് ജിമ്മിലാണ് കേട്ടോ. ഇവിടെ അടിപൊളി നല്ല ഒരു സത്യം പറഞ്ഞാൽ നല്ല ലക്ഷറി ആയിട്ടുള്ള ഒരു ജിമ്മിന്റെ അതേ ഫീലാണ്. എല്ലാം നല്ല ആധുനികമായിട്ടുള്ള മെഷീൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ടേഴ്സുമാണ് ഇവരെ എല്ലാവർക്കും ട്രെയിൻ ചെയ്യുന്നത്. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു ലേഡീസ് ജിം എന്നുള്ളൊരു പ്രോജക്റ്റ് നടത്തുന്നതിൻ്റെ ട്രെയിനറാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഇപ്പോൾ ഇവിടുത്തെ ആക്ടിവിറ്റിയും കാര്യങ്ങളും എല്ലാം? കമ്പാരിറ്റീവ്ലി ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് വെച്ച് പറയുകയാണെങ്കിൽ ലേഡീസ് ഓൺലി. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് ആൾക്കാർ കുറവായിരിക്കണം, പക്ഷെ അല്ല. ഇപ്പം എത്ര പേർക്ക് ഇതിന് ആഗ്രഹം ഉണ്ടെന്ന് ഇത് തുടങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് മനസ്സിലായ. ശരിക്കും നമുക്ക് കൂടുതലും വരുന്നതെന്ന് വെച്ചാൽ വീട്ടമ്മമാരാണ് വരുന്നത്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു ഇവർക്കൊക്കെ എന്തോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അവർക്കത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുവാണെങ്കിൽ പുറമേ ഉള്ള ഇപ്പം യൂത്തായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, ഇപ്പം നമുക്കിവിടെ വരുന്ന ഒരു 65 വയസ്സ് 70 വയസ്സ് വരെ ഉള്ളവർ വരുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെ ആഗ്രഹം സബലീകരിക്കാൻ കൂടിയുള്ളൊരു സംരംഭമായിരുന്നു നമ്മളിപ്പോൾ ലേഡീസ് ജിം മാത്രമല്ല കേട്ടോ, ഒരു ഓപ്പൺ ജിമ്മും ഇപ്പോൾ പുന്നപ്ര ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അറവുകാട് അമ്പലത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ഈ ഒരു ഓപ്പൺ ജിം തുടങ്ങിയിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ പോയി നിങ്ങളുടെ എക്സർസൈസുകൾ ചെയ്യാവുന്നതാണ്. പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ കെയർ ഓഫിലുള്ള ഒരു ഹൈടെക് ശ്മശാനമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ ശ്മശാനത്തിൻ്റെ കെയർടേക്കർ ബിജു ആണ് നമ്മോടൊപ്പം. ഇത് ത്രിതല പഞ്ചായത്തിൻ ഫണ്ട് ഉപയോഗിച്ച് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ PG സൈറസിന്റെ മാത്രം കഴിവുകൊണ്ട് ഉണ്ടായ ഒരു ശ്മശാനമാണ്. ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങനെ വളരെ നമ്മളിപ്പം ഒരു ബോഡി കൊണ്ടുവന്ന് വെച്ചാൽ 1
മണിക്കൂറും 20 മിനിറ്റ് കൊണ്ടും ബോഡി ദഹിച്ചു മാറും. ഞാനിപ്പോൾ നിൽക്കുന്നത് പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്ന മീറ്റിംഗ് ഹാളിലാണ്. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ലൊരു മീറ്റിംഗ് ഹാൾ തന്നെയാണ് പഞ്ചായത്ത് ജനങ്ങൾക്കായി സമർപ്പിച്ചിരിക്കുന്നത്. വീണ്ടും ഒരുപാട് ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ജനങ്ങൾക്കായി നൽകാൻ പഞ്ചായത്തിന് സാധിക്കട്ടെ എന്ന ആശംസകളുമായി വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.